പ്രിയമുള്ളവരെ, വലിയ നോമ്പ് സമാരംഭിച്ചു. പ്രാർത്ഥന, നോമ്പ്, ഉപവാസം, ദാനധർമ്മം ഇവ നോമ്പ് കാലത്തിൻ്റെ പ്രത്യേകതയാണ്. ദാനധർമ്മത്തിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് ചില ആശയങ്ങൾ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കാം. ഒരു ചെറിയ കഥ പറയാം. ഒരു കൊച്ചു കുട്ടി രാവിലെ സ്കൂളിൽ പോകുവാൻ തയ്യാറെടുക്കുകയാണ്. അവൻ അമ്മയോട് ചോദിച്ചു, അമ്മേ, ഞാനും ഉപവസിക്കട്ടെ? ആ അമ്മ പറഞ്ഞു, നീ ഉപവസിച്ചോ, നിന്നാലാവുന്ന വിധം ഉപവസിക്കുക. അമ്മ അവന് ഉച്ചഭക്ഷണമായി പൊതിച്ചോറ് കെട്ടിക്കൊടുത്തു. അവൻ അതിൽ നിന്നും ഒരു ഭാഗം വേറൊരു പൊതിച്ചോറുണ്ടാക്കി. ഉച്ചയ്ക്ക് ഭക്ഷണ സമയത്ത് തൻ്റെ ക്ലാസ്സിൽ ഭക്ഷണമില്ലാതെ ദിവസവും വരുന്ന തൻ്റെ സഹപാഠിക്ക് നൽകി. ആ സഹപാഠി നല്ല ആർത്തിയോടെയും സന്തോഷത്തോടെയും ആ ഭക്ഷണം കഴിച്ചു. ഈ കൊച്ചുമകൻ അത് കണ്ട് സന്തോഷിച്ചു. വൈകിട്ട് രാത്രി പ്രാർത്ഥന കഴിഞ്ഞ് അമ്മ മകനോട് ചോദിച്ചു, മോനെ, നീ ഉപവസിച്ചുവോ? നിനക്ക് സന്തോഷമായിരുന്നുവോ? അവൻ പറഞ്ഞു, ഞാൻ ഉപവസിച്ചു അമ്മേ, എനിക്ക് വളരെ സന്തോഷമായി. എനിക്ക് വിശന്നു, എങ്കിലും അവൻ്റെ വയറ് നിറഞ്ഞത് എനിക്ക് വളരെ സന്തോഷമായി. നോമ്പിൽ നമ്മൾ ദാനധർമ്മം ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഈ വലിയ ആത്മസന്തോഷമാണ്. വേദപുസ്തകം നമ്മളോട് പറയുന്നു, കൊടുക്കുന്നത് സ്വീകരിക്കുന്നതിനേക്കാൾ വളരെ നല്ലതാണ്. യേശുക്രിസ്തു തൻ്റെ പരസ്യ ലോക ജീവിതത്തിൽ ഉപവസിക്കുകയും നോമ്പ് നോക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അതോടൊപ്പം ദരിദ്രരോടും പട്ടിണിക്കാരോടും ചൂഷിതരോടും ചേർന്ന് നടക്കുവാൻ ക്രിസ്തു ആഗ്രഹിച്ചു. നമ്മൾ ദൈവത്തോട് ചേർന്നിരിക്കുവാൻ നോമ്പും പ്രാർത്ഥനയും ഉപവാസവും അനുഷ്ഠിക്കുമ്പോൾ മറ്റുള്ളവരുടെ ക്ലേശം അകറ്റുവാൻ ദാനധർമ്മം ചെയ്യുന്നതിൽ ഉത്സുകരായിരിക്കണം. ദൈവം നമ്മളെ സഹായിക്കട്ടെ.